അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, അമ്മയെ പോലെ ഈശോയെ വിശ്വസിക്കുവാനും വിശ്വസിച്ചുകൊണ്ട് രക്ഷയുടെ വലിയ പ്രയോക്താവും സാക്ഷ്യമാകുവാൻ അമ്മയുടെ മധ്യസ്ഥ രക്ഷലോകത്തിന് കൈമാറുവാൻ സമർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഈശോയെ രക്ഷയെ ലോകത്തിന് കൈമാറാൻ ഞങ്ങളെയും ആശീർവദിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ ദേവമാതാവേ, അമ്മയെ പോലെ ഈശോയെ നൽകാൻ, ലോകത്തിന് രക്ഷ കൈമാറാൻ കർത്താവേ ഞങ്ങളെ പങ്കാളികളാക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വ്യത്യസ്തമായ നാടുകളിലും വീടുകളിലും ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, ഞങ്ങളെപ്പോലെ ഈ ശുശ്രൂഷ ഇപ്പോൾ മുതൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന അമ്മേ പരിശുദ്ധമ്മേ, ഞങ്ങളുടെയും അവരും ആരാധിക്കുന്ന പോലെ ഈശോയ്ക്ക് വലിയ സാക്ഷികളാകാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മക്കള്, കൃപാസനം ആരാധനയിൽ പങ്കെടുത്ത് ജീവിത നിയോഗങ്ങള് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവര്, സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നവര്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവര് എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, ആരാധന അഭിഷേക ശക്തിയാൽ സൗഖ്യവും സാന്ത്വനവും ജീവിത വിടുതലും നൽകണമേ. അഭിഷേകം ചെയ്യണമേ. അമ്മേ പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ നോൻപിലാണ്. സഭ, ആഗോള സഭ പരിശുദ്ധമായ നോൻപിലേക്ക് അനുദിനം പ്രത്യാഗ പ്രവർത്തനങ്ങളിലൂടെ, പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ ആത്മവിശുദ്ധിക്കും ആത്മശക്തിക്കും വേണ്ടുന്ന ഒരു ആധ്യാത്മിക ഒരുക്കത്തിലാണ്. നോൻപ് എൻ്റെ അരൂപിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സഭയെ, പൂർണ്ണമായി നോൻപിലായിരിക്കുന്ന സഭയെ ശക്തീകരിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ലോക സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയെ സമർപ്പിക്കുന്നു. കർത്താവേ, മാതാവേ സമർപ്പിക്കുന്നു. കർദിനാളന്മാരെ സമർപ്പിക്കുന്നു. പുത്രാന്മാരെ, വൈദികരെ സന്യസ്ത പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന മുമ്പ് നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കൊറോണ വൈറസ് വീണ്ടും സജീവമാകുന്നത് പോലെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 3000-ഓളം പേരാണ് നമ്മുടെ അയൽ രാജ്യത്ത് മരിച്ചത്. അവർ തന്നെ അമേരിക്കയിലും ഇന്ന് ആൾക്കാർ മരിച്ചു എന്ന് കേട്ടു. അപ്പോഴേ ഇതൊന്നും അത്ര നിസ്സാരമല്ല വിഷയം. മനുഷ്യൻ്റെ കയ്യിൽ ഈ നിമിഷം വരെ മരുന്നില്ല. മരുന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് അതിനാവശ്യമായ ഉൾക്കാഴ്ചകൾ ലഭിക്കണം. വൈദ്യമേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ, യഥാർത്ഥ ആൾക്കാരെ, അവർക്ക് ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ലഭിക്കണം. ഒരാഴ്ചക്കുള്ളിൽ മരുന്ന് കണ്ടുപിടിച്ചിരിക്കണം. അതിനുവേണ്ടി പണ്ട് നമുക്ക് അമേരിക്കയെന്നോ അയൽ രാജ്യമെന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല. എല്ലാം ഒറ്റ രാജ്യമാണ്.
ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും എല്ലാം ഒറ്റ രാജ്യമാണ്. അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവരെയും അത് ഒരുപോലെ ബാധിക്കും. അതുപോലെ തന്നെയാണ് എവിടെയെങ്കിലും എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടായാൽ എല്ലാവർക്കും ആ അഭിവൃദ്ധിയുടെ പങ്ക് കിട്ടും. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും മനുഷ്യന്മാർ സമാധാനത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടെയും രോഗമില്ലാതെയും അതിനുള്ള ഏതെല്ലാം മേഖലകളിലാണ് വൈദ്യശാസ്ത്രം ഇന്ന് പൊരുതുന്നത്, ആ മേഖലകളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കൊറോണ വൈറസ് രോഗം ബാധിച്ചിട്ടുള്ളവരെ കർത്താവേ, അതുമൂലം വിഷമസന്ധിയിൽ മരണം കാത്ത് കഴിയുന്നവരെ സമർപ്പിക്കുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ പടർന്നു പിടിക്കപ്പെട്ട് രോഗത്തിന് ഭീഷണി നേരിടപ്പെട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം ഒരാഴ്ചക്കുള്ളിൽ മരുന്ന് കണ്ടുപിടിക്കാൻ കർത്താവെ ശാസ്ത്രജ്ഞന്മാർക്ക് ദിശാബോധം നൽകണമേ. കർത്താവെ, ഡോക്ടേഴ്സിന് ഉൾക്കാഴ്ചകൾ നൽകണമേ. കരങ്ങൾ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഇടപെടലുണ്ടാകട്ടെ, അമ്മയുടെ മാതൃശക്തി ലഭിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, മഹാദുരന്തത്തെ മുൻകൂട്ടി അറിയിച്ചമ്മേ മധ്യസ്ഥയായിരിക്കണമേ. ഹല്ലേലൂയ. ആരാധനയുടെ ബലിപീഠത്തിലിരിക്കുന്ന കെട്ടുകണക്കിന് പുസ്തകങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? അതെല്ലാം ഈ മാസം ആൾക്കാർ എഴുതി തന്നിട്ടുള്ള രോഗങ്ങളും കണ്ണുനീരും ഭാരങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയാണ് എഴുതി വച്ചിരിക്കണം മുഴുവനും. എല്ലാ ആരാധനയ്ക്കും നമ്മളിതുപോലെ കെട്ടുകണക്കിന് പുസ്തകങ്ങളുണ്ടാകും. ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ കണ്ണുനീരുകൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഒരു മിനിറ്റിൽ 20 എങ്കിലും ലെറ്റർക്കാൻ്റെ പേർ റിക്വസ്റ്റ് വരുന്നുണ്ട്. ചില സമയത്ത് അത്രയും പീക്ക് ടൈമിൽ. അപ്പോൾ അവരെല്ലാം കൃപാസനത്തിൻ്റെ ഈ ആരാധനയാണ് ആശ്രയിച്ച് വേദനയോടെ അമ്മയുടെ അടുത്ത് മാധ്യസ്ഥസഹായം അപേക്ഷിക്കണത്. അവരെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആയിരക്കണക്കിന് മക്കൾ ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട്. ഉടമ്പടി എടുത്തു പോയ ആൾക്കാർക്കെല്ലാം ചിലർക്ക് ഇന്ന് നിർണായകമായ ദിവസമാണ്. ചിലപ്പോൾ ഇൻ്റർവ്യൂ ആകാം, ചിലപ്പോൾ കോടതി കേസാകാം, ചിലപ്പോൾ ആശുപത്രി ഓപ്പറേഷനാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാമ്പത്തിക വിഷയമാകാം. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെല്ലാം ഓർത്തുകൊണ്ട്, ക്ലൈറ്റക്കാൻ്റെ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്നവരെ ഓർത്തുകൊണ്ട്, ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന എഴുതി തന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധമ്മേ, അമ്മയുടെ അൾത്താരയിലെ കണ്ണീരിൻ്റെ കാലത്ത് അഭയം പ്രാപിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഞങ്ങളുടെ മക്കളുടെ മേലും ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ചെയ്യണമേ. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, കൃപാസനം ഫോൺ മിനിസ്ട്രിയിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ നിയോഗങ്ങൾ അർപ്പിച്ചിട്ടുള്ളവരെ, യഥാർത്ഥയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ, കർത്താവേ, ബോർഡ് എക്സാമിനേഷന്, +2 എക്സാമിനേഷന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധമ്മേ, മധ്യസ്ഥയായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നോൻപിൻ്റെ ഒരു ഏറ്റവും വലിയ ദൈവിക ലക്ഷ്യം എന്താണ്? ആത്മാവിലെ ശക്തിപ്പെടുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈശോ നോൻപ് തുടങ്ങുന്നതിന് മുമ്പും ഈശോ നോൻപ് അവസാനിപ്പിക്കുമ്പോഴും 2 വചനങ്ങൾ വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട്. ഈശോ നോൻപ് തുടങ്ങാൻ വേണ്ടി മരുഭൂമിയിലേക്ക് പോകുമ്പോൾ ഈശോയെ, നോൻപ് ആരംഭിക്കുന്ന ഈശോനെക്കുറിച്ച് വിശുദ്ധ സുവിശേഷകനിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്, അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ആത്മാവിൻ്റെ നിറവോടുകൂടി മരുഭൂമിയിലേക്ക് പോയിരുന്നു എന്നാണ് നോൻപ് ആരംഭിക്കാൻ. അപ്പം നോൻപ് ഒരു ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, ഒരു സഭാപരമായ പ്രവർത്തനം എന്നതിനേക്കാൾ ഉപരി അതൊരു
ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആത്മാവിനാൽ നയിക്കപ്പെടേണ്ടതാണ്. ജഡത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ബൈ പറഞ്ഞതിന് ശേഷം വിട പറഞ്ഞ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:1. അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കർത്താവ് സമ്പൂർണമായ ഒരു കാലഘട്ടം കഴിഞ്ഞുകൂടുകയാണ്. ബൈബിളപ്പോൾ 40 7 12 ഒക്കെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറയും. ഒരു വലിയ നല്ല കാലഘട്ടം അവിടെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ഈശോ പ്രാർത്ഥനയിലെ കഴിഞ്ഞുകൂടി. പ്രാർത്ഥന കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന യേശുവിനെക്കുറിച്ചും വിശുദ്ധ ലൂക്ക പറയും. എങ്ങനെയാണ് ആത്മാവിനെ നയിക്കപ്പെട്ടെന്നല്ല പറയണത്, പിന്നെ എന്നാ പറയണത്? അവൻ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:14. അവൻ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട് പറഞ്ഞ് അവൻ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട് ഗലീലിലേക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അപ്പം നോൻപ് നമ്മൾ എടുക്കണ എന്തിനാണ്? ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടാനാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടിട്ട് അവൻ ഗലീലിലേക്ക് പോയത് എന്തിനാ? അവൻ്റെ ദൗത്യം ആരംഭിക്കാൻ വേണ്ടിയാണ്. അപ്പം നോൻപിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്. എല്ലാം ആരംഭിക്കണത് എങ്ങനെയായിരിക്കണം? ആ കർത്താവിൻ്റെ കൂടെ കഴിഞ്ഞതിന് ശേഷമാണ്. അതാണ് നോൻപിൻ്റെ ലക്ഷ്യം. എല്ലാം ആരംഭിക്കണത്, എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ദൗത്യങ്ങളും ഈശോ ആരംഭിച്ചത് നോൻപോടുകൂടിയും ഉപവാസത്തോടും കൂടിയാണ് ആരംഭിച്ചത്. ഇപ്പം നമ്മൾ വീട് ലഭിച്ച സാക്ഷ്യങ്ങൾ എന്തുമാത്രം കേട്ട്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിച്ച സാക്ഷ്യങ്ങൾ കേട്ടു. അതുപോലെ തന്നെ വിവാഹം ഒത്തുവന്ന സാക്ഷ്യങ്ങളും കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യങ്ങളും എല്ലാം കേട്ടു. ഇപ്പം എല്ലാ നല്ല കാര്യങ്ങളും ആരംഭിക്കും മുമ്പ് ഈശോ നമുക്ക് തന്ന മാതൃക എന്താ? നോൻപാണ്. ശരിക്കും നമ്മളത് വന്ന് ഈ പെസഹയുടെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് അനുഷ്ഠിച്ച് ചുരുക്കുകയാണ് ചെയ്യണത്. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഭാഗമായിട്ട് പാപത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോൻപാണ്. അറിയാതെ ആണെങ്കിലും സാധാരണ ജനങ്ങളെ ആചരിച്ച് പോണത്. ശരിക്കും അതിൻ്റെ പേരിൽ പാപത്തിന് അത് നല്ല കാര്യമാണ്. കാര്യം ഈശോ പീഡകൾ ഏറ്റത് നമ്മുടെ പാപത്തിന് പരിഹാരമാകുമ്പോൾ ആ പരിഹാരത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്ന രീതിയിലാണ് പാപപരിഹാരത്തിന് ചെയ്ത കർത്താവിൻ്റെ പരിഹാരക്രിയകളോടും കുരിശുമരണത്തോടും ഒക്കെ ഐക്യദാർഢ്യം പുലർത്തുന്ന രീതിയിലാണ് നമ്മുടെ നോൻപിനെ നമ്മളിപ്പോഴും ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈശോ നോൻപിനെ ക്രമീകരിച്ചത് ആത്മശക്തീകരണമെന്ന ആത്യന്തികമായ ലക്ഷ്യത്തിലാണ്. ആത്മാവിൽ ശക്തീകരിക്കാൻ വേണ്ടി. എല്ലാ വലിയ കാര്യങ്ങൾക്കും നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വേണം. ഇപ്പോൾ നീ വീട് വെക്കാൻ പോകുകയാണെന്ന് വിചാരിച്ചോ, വീട് വെക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. അപ്പം നമ്മളത് ആദ്യം ഭാര്യയും ഭർത്താവും ഉപവസിച്ച് നോൻപെടുത്ത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഹന്ന എന്തിനാണ് സാമൂലിൽ നിന്ന് പേരിട്ടത്? അതിൻ്റെ ന്യായീകരണം അവൾ പറയുന്നുണ്ട് ഹേലിയോട്. കാരണം എന്താണ്? ഇവനെ ഞാൻ ദൈവത്തോട് ചോദിച്ച് വാങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കേണ്ട കാര്യമാണ് കുഞ്ഞുങ്ങളെന്നുള്ള സൂചനയാണ് ഉള്ളത്. അപ്പം തന്നെ അതെങ്ങനെ ചോദിക്കണത്? അത് നോൻപോട് കൂടിയും ഉപവാസത്തോടു കൂടിയാണ്. എന്നാൽ പിന്നെ നമുക്ക് റിസ്ക്കില്ല. എന്നാ റിസ്ക്കില്ല? ഇപ്പം കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് എന്നാ ഇപ്പോൾ ദേവനന്ദയെ കാണാതെ പോയിട്ടിൻ്റെ ദുഃഖം ഇന്നും കേരളം ഇപ്പോഴും വിഷമത്തിലാണ്. ഇനി എത്ര ദേവനന്ദമാരെ ഇങ്ങനെ അപ്രത്യക്ഷമാകാൻ പോകുന്നു. പോലീസ് വരെ വിഷമിക്കുകയാണ് ശരിക്കും. നമുക്ക് ആരെയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയാൻ പറ്റത്തില്ല.
മിസ് ചെയ്താൽ മിസ്സാണ് ഇവിടെ. അതിവിടെ മാത്രമല്ല, ഇവിടെ ഇത്രയും വിജിലൻ്റ് ആയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ പൊതുജനം അന്വേഷിക്കുന്നുണ്ട്, മീഡിയ അന്വേഷിക്കുന്നുണ്ട്, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്ത രാജ്യങ്ങളിലും ഇതുപോലെ ഒത്തിരിയേറെ മിസ്സിംഗ് ആണ്. ചിലത് മനുഷ്യൻ ഇങ്ങനെ കണ്ണിൽ എണ്ണയൊഴിച്ചിരുന്നാലും അബദ്ധങ്ങൾ ചില സമയത്ത്, ഇതുപോലെയുള്ള അക്രമങ്ങൾ ചില സമയത്ത് സംഭവിക്കും. പക്ഷേ ദൈവത്തോട് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചാൽ നമുക്ക് റിസ്ക്കില്ല. എന്താ കാര്യം? നമ്മൾ തുണി അലക്കാൻ പോയാലും ഇസ്തിരി ഇടാൻ പോയാലും നോക്കാൻ ആളുണ്ടാവും. നമുക്ക് പറയാം, ദൈവമേ ഉപവസിച്ച് നോൻപെടുത്താണ് ഈ കുഞ്ഞിനെ നിന്നിടയ്ക്ക് നിന്ന് വാങ്ങിച്ചത്. അപ്പം നമുക്ക് അതിന് പിന്നെ നമുക്ക് ഡൗട്ടല്ല, നമുക്ക് അതിന് റിസ്ക്കില്ല ശരിക്കും. കാര്യം ദൈവത്തിൻ്റെ ദാനമായിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങിച്ചതാണ്. ഇതിങ്ങനെ എല്ലാ മേഖലകളിലും ഇത് തന്നെ പ്രൊട്ടക്ഷൻ്റെ മാർഗം അതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴ് നമ്മുടെ വർഗീസ് സാറ് കൗൺസിലറിൻ്റെ വൈഫിനോട് ഒരു കൊച്ചു വന്ന് ചോദിച്ചതാണ്, 5 വയസ്സുകാരൻ, അമ്മയെ തട്ടിക്കൊണ്ട് പോകാതിരിക്കാനുള്ള വല്ല വചനവും ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങളെ 5 വയസ്സ്. ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു. കാര്യം ധ്യാന പട്ടക്കാരൊക്കെ കൊച്ചു തമാശയൊക്കെ പറയുമല്ല. അപ്പോൾ എനിക്ക് ആ പരിപാടി ഇല്ലാത്ത കാരണം ഞാനത് ചോദിച്ച്, അവന് എത്ര വയസ്സുണ്ട്? അവന് ഈ വായിക്കൊള്ളാത്ത ചോദ്യം ചോദിച്ചില്ലേ, അവന് എത്ര വയസ്സുണ്ട്? 10 വയസ്സുണ്ടെങ്കിൽ അവർക്ക് തള്ളിക്കളയാം. അപ്പോൾ അവന് 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവന് ചോദിച്ച് അമ്മയെ ഈ വചനം കൊണ്ടൊക്കെ ഇരിക്കണ കണ്ടപ്പോഴേ കൊച്ചിന് മനസ്സിലായി ഇപ്പോഴത്തെ പ്രശ്നം മുഴുവൻ എന്താണ്, തട്ടിക്കൊണ്ട് പോണതാണ്. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ എന്താ മാർഗം? പരിശുദ്ധ ദൈവമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മയോട് ചോദിക്കുക. അമ്മയുടെ കയ്യിലാണ് വചനം ഇരിക്കുന്നത്. ആ വചനം ചോദിച്ച് വർഗീസ് ഇപ്പോൾ സാക്ഷ്യം കൊണ്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമാണിത്. അപ്പോൾ തട്ടിക്കൊണ്ട് പോകാതിരിക്കാൻ, കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോകാതിരിക്കാനുള്ള വല്ല വചനവും ഉണ്ടോ എന്ന് എനിക്ക് തോന്നിയത്, വചനത്തെക്കാൾ ഉപരി ആദ്യമേ നമ്മൾ കർത്താവിനെ എടുക്കുന്ന വാങ്ങിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഒരു പ്രശ്നവും ഇല്ല. എല്ലാം അങ്ങനെയാണ്. ജോലി ആയാലും, ജോലി പോയെന്ന് പറഞ്ഞാലും നീ ഒരു ഉപവസിച്ച് ആ ജോലിക്ക് ഇൻ്റർവ്യൂവിന് മുമ്പ് നീ ഒന്ന് ഉപവസിച്ച് ഒരുങ്ങി പ്രാർത്ഥിച്ച് ആണത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലി പോയാലും നമുക്ക് സിമ്പിളാണ്. എന്താ കാര്യം? കർത്താവിലേക്ക് തന്നതാണ്. അതുകൊണ്ട് അത് പോയാലും കർത്താവ് തന്നെ തരും. അതാണ് അതിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയണത്. മനുഷ്യന്മാർക്ക് എന്ത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും നമുക്കറിയാമല്ലേ. ഞാൻ ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രെയർ ചെയ്യുമായിരുന്നു. എന്താ കാര്യം? ട്രംപ് ഇവിടെ സന്ദർശിച്ചില്ലേ, എന്തെങ്കിലും ഇടക്കേടുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വമാണ് നഷ്ടപ്പെടാൻ പോണത് ലോകത്തിന് മുമ്പിൽ. അപ്പം അതുപോലെ തന്നെ എങ്കിലും കണ്ണിൽ എണ്ണ ഒഴിച്ചിരുന്നു കഴിഞ്ഞാലും ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ദൈവത്തിന് മാത്രമേ ഫുള്ളായിട്ട് നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നോൻപിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് വിഷയങ്ങളെ ഏൽപ്പിക്കുക. നീ വീട് വെക്കുമ്പോഴായാലും ഒരു വിദൂര യാത്രക്ക് പോയാലും ശരി, ഒന്ന് ഉപവസിച്ച്, ഒന്ന് പാപ സങ്കീർത്തനം ചെയ്ത് വിശുദ്ധീകരിച്ച്, അപ്പം ദൈവത്തിന് മനസ്സിലാകും നമ്മൾ വിഷയം സീരിയസ് ആയി എടുക്കുന്നുണ്ടെന്ന്. ദൈവത്തിന് വിഷയം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ, നമ്മൾ സിൻസിയറാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അച്ഛൻ എപ്പോഴും പറയും, ദൈവം ഇഫ് വി ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത് ഒരു കാര്യം. ഇഫ് വി ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. നമ്മൾ ആത്മാർത്ഥമായിട്ടാണ്, അതാണ് നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് വിഷയം ചെയ്യണമെന്ന് ദൈവം തോന്നിയാൽ പിന്നെ ദൈവം സീരിയസ് ആയിരിക്കും, നമ്മളെ വിട്ട് പിരിയത്തില്ല. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ. നോൻപാണ് ഏറ്റവും വലിയ സംരക്ഷണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വലിയ നോമ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നോമ്പെടുക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഈ നോൻപിൽ വലിയ അത്ഭുതങ്ങളും വലിയ സൗഖ്യങ്ങളും കർത്താവേ, വലിയ മാനസാന്തരങ്ങൾ നൽകണമേ. ഈശോയെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കും. നോൻപിൻ്റെ എല്ലാ ഉദ്ദേശം
പരിത്യാഗത്തിൻ്റെയും പാപപരിഹാരത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ഉദ്ദേശം എന്താണ്? ഒന്ന്, ലുക്ക 4:14 പറയണ പോലെ ദൈവത്തിലെ ശക്തീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നോൻപ് കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും മഹാശക്തന്മാരായിട്ട് വരണം. എന്താ കാര്യം എന്നറിയാവോ? കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു ചേട്ടായി സാക്ഷ്യം പറഞ്ഞായിരുന്നു. എന്നാ സാക്ഷ്യം പറഞ്ഞത്? അദ്ദേഹം 10-50 കൊല്ലമായിട്ട് മദ്യപിക്കുന്ന ആളാണ്. പക്ഷെ പറയണേ, ഇപ്പം ഞാൻ മദ്യപിച്ചിട്ടൊരു കൊല്ലമായി. കാര്യം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ മദ്യപിച്ചിട്ടില്ല. പണ്ടൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ്, നോൻപ് കാലമാകുമ്പോൾ ഞാൻ കുടി നിർത്തും, നോൻപ് കഴിയുമ്പോൾ പിന്നെ തുടങ്ങും എന്നാണ് അദ്ദേഹം സാക്ഷ്യം നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ദൈവത്തിനെ കളിയാക്കുന്നത് പോലെയാണ് ശരിക്കും. അങ്ങനെ ഒരു നോൻപില്ല, അങ്ങനെ ഒരു നോൻപില്ല. അത് ആഭാസന്മാരാണ് അങ്ങനെയുള്ള നോൻപ് ചെയ്യത്തുള്ളൂ, ദൈവത്തിനെ പറ്റിക്കണത്. അങ്ങനെ നമുക്ക് നോൻപെടുക്കാൻ പറ്റത്തില്ല. സത്യസന്ധമായിട്ട് മാത്രമേ നോൻപെടുക്കാൻ പറ്റത്തുള്ളൂ, നീ ചെയ്യണ സത്യമാണെങ്കിൽ. ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ ആത്മാവിനതുകൊണ്ട് പ്രയോജനമില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, സത്യസന്ധമായി നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പാവപരിഹാര പരിത്യാഗ പീഡാനുഭവങ്ങളോട് ഐക്യദാർഢ്യം പുലർത്തി ജഡത്തിന്റെ ഇച്ഛയനുസരിച്ച് ജീവിച്ചിരുന്ന ഞങ്ങള് ആത്മാവിന്റെ ഇംഗിതമനുസരിച്ച് ജീവിതം പുനഃക്രമീകരിച്ച് ആത്മാവിൽ ശക്തിപ്പെടാൻ ഈ നോൻപിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ, പുതിയ മനുഷ്യനെ സ്വീകരിക്കാൻ, ആത്മാവിൽ വിശുദ്ധീകരണം പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചുണ്ടായിരുന്നു. ആത്മാവാണ് നമ്മളെ ഈശോനെ മരുഭൂമിയിലേക്ക് നയിച്ചത്, അല്ലേ? അവിടെ വെച്ചാണ് ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത്. അപ്പം എപ്പോഴും പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതിൻ്റെ ഒരു കണ്ടൻ്റ് ആരായിരിക്കും? ദൈവം തന്നെയായിരിക്കും. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? നമ്മളെ ശക്തീകരിക്കാനാണ്. ദൈവം തന്നെയായിരിക്കും നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിന് മുമ്പ്, ചേർന്ന് നിൽക്കുന്നതിന് മുമ്പ് കർത്താവ് നമ്മളോട് കൺസെൻറ്റ് വാങ്ങിക്കും. കാര്യം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനമായിരിക്കണം അത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരോട് ഈശോ 2 ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. ഒന്ന് ചോദിച്ചത്, ഒരു പ്രാവശ്യം വിട്ടു പോവരുത് എന്ന് പറഞ്ഞു. പിന്നെ വിട്ടു പോകണമോ എന്ന് ചോദിച്ചു. ഒരു ചോദ്യം ഒരാൾ തന്നെ ചോദിച്ചതാണ്. ഈ വിട്ടു പോകാനും വിട്ടു പോകാതിരിക്കാനും ഉള്ളതാണ് പ്രലോഭനം എന്ന് പറയുന്നത് പലപ്പോഴും വരണത്. നോൻപ് കാലത്ത് നമ്മൾ ചിന്തിക്കണം, മനുഷ്യന് ഒരു ഇൻക്ലിനേഷനുണ്ട് വിട്ടുപോകാനും പോകാതിരിക്കാനുമുള്ള വിളിയും വെല്ലുവിളിയുമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്ന് ഉണ്ടോ? വിട്ടുപോകണമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിട്ടു പോകണമെന്നുണ്ടോ എന്ന് തന്നെയാണ് ചോദിക്കണത്. ഇപ്പം 6:68 യോഹന്നാൻ്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? ചില സമയത്ത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമാകും. വചനങ്ങൾ കഠിനമാകുമ്പോഴാണ് മനുഷ്യൻ വിട്ടു പോണത്. പ്രാർത്ഥന കഠിനമാകുമ്പോഴല്ല. പ്രാർത്ഥന കഠിനമായാൽ ആരും വിട്ടു പോകത്തില്ല. 2.5 മണിക്കൂർ വേണമെങ്കിൽ നിന്ന് ചൊല്ലിക്കൊള്ളൂ. 2.5 മണിക്കൂർ വേണമെങ്കിലും പ്രാർത്ഥന ചൊല്ലും. കുരിശിൻ്റെ വഴിയൊക്കെ ഇപ്പോൾ 3 മണിക്കൂറല്ല നടത്തണത്. പ്രാർത്ഥന കഠിനമാണെന്ന് പറഞ്ഞ് വിട്ടു പോകത്തില്ല വിശ്വാസമുള്ളവൻ. പക്ഷെ വചനങ്ങൾ കഠിനമായാൽ വിട്ടുപോകും.
നോൻപ് കാലത്ത് ഒരു മനുഷ്യന് വിട്ടുപോകാൻ സാധ്യതയുള്ള വിഷയം വചനങ്ങളുടെ കാഠിന്യമാണ്. ചില വചനങ്ങൾ പാലിക്കാൻ പ്രയാസമായി വരും. ചില വചനങ്ങൾ പാലിക്കാൻ എല്ലാവർക്കുമല്ല. വചനങ്ങൾ പാലിക്കാൻ ഉള്ള കഴിവനുസരിച്ചാണ് നീ എന്തുമാത്രം ദൈവത്തോട് വിട്ടുപോകാതെ നിൽക്കുന്നുവെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എപ്പോഴും വചനങ്ങളെ കൊണ്ട് അപ്പമാക്കാൻ വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈസിയാണത്. എല്ലാ വചനങ്ങളെയും അപ്പമാക്കി വയറ് നിറക്കുക എന്നുള്ള ആ പ്രലോഭനം, എല്ലാം അനുഗ്രഹമാക്കി മാറ്റി കഴിഞ്ഞുകൂടുക എന്നുള്ള ആ ഒരു താല്പര്യം, ആത്മാവിന് വേണ്ടുന്ന കാര്യങ്ങൾ നിന്നോട് 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ പോകാൻ പറയുന്ന സംഭവമില്ലേ, അത് വചനം കഠിനമാണ്. അപ്പമാകാനുള്ള വചനം കുറച്ച് എളുപ്പമാണ്. അപ്പോൾ വചനം കഠിനമാകുമ്പോഴാണ് വിട്ടുപോകാനുള്ള ഇത് തോന്നുന്നത്. ചില വചനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു. അമ്മയപ്പനും അമ്മായിയമ്മ വീട്ടിൽ വന്ന് നിൽക്കുക. ആരുടെ? ഭാര്യയുടെ. ഭർത്താവിൻ്റെ അപ്പനും അമ്മയും ഉണ്ട്. അവർക്ക് പോകാൻ ഇടമില്ല. മകൻ കഞ്ചാവ് അടിച്ച് നാട്ടുകാരുടെ കൈകൊണ്ട് ചത്തതുപോലെ നാട്ടിലില്ല ഇപ്പം. ആ അപ്പനും അമ്മനും രോഗിയാണ്. ഭാര്യ ഇവിടെയാണ്. ഇവിടെ അപ്പനും അമ്മയും ഓൾറെഡി ഉണ്ട് ഭർത്താവിന്. പിന്നെ അവരെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം? 4 പേരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണമല്ല പ്രശ്നം. നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ചില പുലിവാല എന്താണ്? മൂത്ത മകൻ്റെ കല്യാണക്കാര്യം വരണില്ല. 4 അപ്പനും അമ്മയും ഇവിടെ ഉണ്ടല്ലോ. മൂത്ത മകൻ്റെ കല്യാണക്കാര്യം വരണില്ല. അപ്പോൾ എന്താ കല്യാണം വരുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസാനം ഇവർ ഗതികെട്ട് അവർ ചോദിച്ച് എന്താ നിങ്ങൾ കല്യാണം വിട്ടത്? അപ്പോഴ് പറയണേ ഇത് വൃത്തമന്ദിരമല്ലേ എന്ന്. അപ്പോഴ് ഒരു തീരുമാനം എടുക്കാൻ വചനം കഠിനമാകണം. കണ്ടില്ലേ? അനുഭവം കൊണ്ട് വചനം കഠിനമായത് കണ്ടോ? അപ്പോഴ് അതിൻ്റെ പേരിൽ മകന് കല്യാണം കഴിക്കാൻ വേണ്ടി അപ്പനെയും അമ്മനെയും ഇറക്കി വിടണം. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് അവിടെയാണ് പ്രശ്നം. ഒരു വചനം കഠിനമാകണത് ഇങ്ങനെയാണ്. ഈ വചനം കഠിനമാകുമ്പോൾ ഇത് സ്വീകരിക്കാനുള്ള കഴിവനുസരിച്ചിരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതും ഇല്ലാത്തതും. ഇപ്പോഴേ ആ മകനെ സംബന്ധിച്ചിടത്തോളം അവനെ ആദ്യ നിലവാരം അമ്മയുടെ അപ്പനെ അമ്മനെ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, എനിക്ക് കെട്ടിയാൽ മതി എന്നാണ് അവൻ ആദ്യം തീരുമാനിച്ചത്. ഇപ്പം കർത്താവിൻ്റെ വചനം അവന് കയറി വന്നപ്പോൾ, അവൻ്റെ ആദ്യം കഠിനമായ വചനം ലഘുവായി വന്നപ്പോൾ, കർത്താവിൻ്റെ സ്നേഹം വർദ്ധിച്ച് വന്നപ്പോൾ അവനിപ്പോൾ തീരുമാനിക്കണത് ഞാൻ കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അപ്പനും അമ്മയെ ഞാൻ സംരക്ഷിക്കുമെന്നാണ്. ഒരു വിഷയം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ ഈ നോൻപ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ആന്തരികതയിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ കഠിനമാണെന്ന് ജീവിതാനുഭവങ്ങൾ കൊണ്ട് തോന്നുകയും അത് പാലിക്കുവാൻ നിവൃത്തിയില്ലാതെ പത്രോസിനെ പോലെ അപ്പോസ്തലന്മാരോട് നീ ചോദിച്ചതുപോലെ കർത്താവേ നിങ്ങൾക്കും പോണമോ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലെ കർത്താവേ പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും പറയാൻ കഴിയണമേ. എന്താണ് പത്രോസ് പറഞ്ഞത്? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? എവിടെ പോകുമെന്നുള്ള സ്ഥലമല്ല പറഞ്ഞത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഒരു വ്യക്തിനെയാണ് പറഞ്ഞത്. പറഞ്ഞാൽ മനസ്സിലായോ? ആ വാക്കെല്ലാം വളരെ വ്യക്തമാണ്. 6:69 6:67 മർക്കോസിൻ്റെ 6:60 മുതൽ തുടങ്ങണ വചനങ്ങളാണിതെല്ലാം. 6:69 തീരണത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും എന്ന് പറഞ്ഞേ? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ. അപ്പോഴാ ഒരു വ്യക്തിയാണ് പ്രശ്നം. ക്രിസ്ത്യാനിറ്റി
ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ്, അല്ലാതെ ഒരു സ്ഥലവുമായിട്ടുള്ള ബന്ധമല്ല. ഇനി സ്ഥലമാണെങ്കിൽ പോലും ആ വ്യക്തിയിലൂടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്ഥലമൊരുക്കും. സ്ഥലം ആയിട്ട് ബന്ധപ്പെടുന്നതും ആ വ്യക്തിയിലൂടെയാണ്. നീ ദൈവത്തിൻ്റെ കൂടെ ആണോ അല്ലയോ എന്ന് പറയണത് നീ ക്രിസ്തുവിൻ്റെ കൂടെ ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. നീ ക്രിസ്തുവിൻ്റെ കൂടെ ആണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യത്തിന് അവൻ്റെ കഠിനമായ പദങ്ങൾ, വചനങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് വിട്ടുപോകാൻ തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അതിശക്തമായി ശ്രുതിക്കട്ടെ. കർത്താവേ, ചോദിച്ച പോലെ ഞങ്ങളും പ്രാർത്ഥനാപൂർവ്വം ചോദിക്കുക. ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ ഉള്ളത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവേ, അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങളിക്കാം സന്തോഷത്തോടുകൂടി. കർത്താവേ, നിത്യജീവന്റെ വചനങ്ങൾ. ഇപ്പം വിട്ടു പോകണമോ എന്ന് ചോദിക്കുമ്പോഴേ ഈ വചനം കഠിനമാണെന്ന് പറയുന്ന യോഹന്നാൻ 6:60 ഒത്തിരി പേര് കഠിനമായത് കാരണം കർത്താവിനെ വിട്ടുപോയി. ഓർക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് വിട്ടുപോകും. കർത്താവിൻ്റെ ഏതെങ്കിലും വചനങ്ങൾ നിനക്ക് കഠിനമായി എന്ന് തോന്നിയാൽ നിനക്ക് നിവർത്തിക്കാൻ പറ്റണില്ല, അതിനാവശ്യമായ വിശ്വാസമില്ല, അതിനാവശ്യമായ ദൈവസ്നേഹമില്ല, അതിനാവശ്യമായ പ്രത്യാശ ഇല്ലെന്ന് വെച്ചാൽ ഇറ്റ്സ് ഫാക്ടോ ബൈ നോ മീൻസ് യു ആർ ഔട്ട്. നിങ്ങളെ വിട്ടുപോയിരിക്കുകയാണ്. അതാണ് എൻ്റെ വിഷയം. ഏതെങ്കിലും ഒരു വചനം കഠിനമാണെന്ന് തോന്നിയാൽ അത് നിവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബൈ ഇറ്റ് മീൻസ് നിങ്ങൾ ഔട്ടാണ്. അതാണ് എൻ്റെ അപകടം എന്ന് പറയണത്. കർത്താവ് വിട്ടു പോകണമെന്ന് ചോദിക്കും. എല്ലാവരും വിട്ടു പോയി കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചത്. 12 പേരോട് ചോദിച്ചു, വിട്ടു പോകണോ? അപ്പോഴ് പത്രോസ് പറഞ്ഞ്, കഠിനമാണ് വചനം, വചനം കഠിനമാണ്. പക്ഷേ ഈ വചനം അനുദിന ജീവിതത്തിൻ്റെ വചനങ്ങളല്ല, കല്ലപ്പമാക്കുന്ന വചനങ്ങളല്ല, കല്ലപ്പമാക്കാനുള്ള വചനങ്ങളല്ല എന്നാണ് പിശാസിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന പത്രോസാണ്. ഈ വചനം കല്ലുകൾ അപ്പമാക്കാനുള്ള വചനങ്ങളല്ല, പിന്നെ എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങളാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതാണ് പത്രോസ്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? ഒരു വചനം കഠിനമാകുമ്പോൾ അത് അനുദിന ജീവിതം നടപ്പിലാക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായ നഷ്ടമോ മറ്റു നമ്മുടെ സൗകര്യങ്ങൾക്ക് നഷ്ടമോ ഉണ്ടാകുമ്പോൾ ആ വചനങ്ങളെല്ലാം കഠിനമാണ്. ആ വചനങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ലോകത്ത് ആരുടെങ്കിലും വചനം കഠിനമാണെങ്കിൽ അത് കർത്താവിൻ്റെ വചനം മാത്രമേ കഠിനമാകത്തുള്ളൂ. കാരണം എന്താണ്? പത്രോസ് പറഞ്ഞതാണ്, നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ എന്ന്. അതാണ് പത്രോസ് വിട്ടുപോകാതെ ഇരിക്കാൻ കാരണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമുക്കൊരു കാരണമേ ഉള്ളൂ. എന്നാ കാരണം? അത് കർത്താവിൻ്റെ വചനങ്ങൾ കഠിനമായതുകൊണ്ടും അതിനേക്കാളുപരി അത് നിത്യജീവന്റെ വചനങ്ങളായതുകൊണ്ടാണ്. കൈയിട്ടിച്ച് കർത്താവ് അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണ്. അവ ദൈവത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. അത് രക്ഷയുടെ വചനമാണ്. ഹല്ലേലൂയ. കഠിന വചനങ്ങൾ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതിലെ ഹെവി ഡ്യൂട്ടി വചനങ്ങളാണ്. കഠിന വചനങ്ങൾ വരുമ്പോഴേ ജീവിതത്തിൽ കഠിന വചനങ്ങൾ വരും. അങ്ങനെ ഉണ്ടല്ലോ. ഈ വചനം കഠിനമാണെന്ന് കുറച്ച് പേര് പറഞ്ഞല്ലോ, ശിഷ്യന്മാർ പറഞ്ഞല്ലോ. അപ്പോൾ ചില ആൾക്കാർ കഠിന വചനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നവരാണ് ജീവിതത്തിലെ. ഇളയ മകനെയാണ് അപ്പൻ്റെ അമ്മയുടെയും ജീവനാംശം വെച്ചിരിക്കുന്നത്. ഇളയ മകൻ ആ ജീവനാംശം വിറ്റുകൊണ്ട് അപ്പനെയും അമ്മനെയും കൂടെ കൊണ്ടുപോയിട്ടുണ്ട് ഫ്ലാറ്റിൽ താമസിക്കാൻ. കാരണം ഭാര്യയ്ക്ക് ജോലി അകലെയായതുകൊണ്ട്. പക്ഷേ വലിയമ്മച്ചയ്ക്ക് അവിടെ താമസിക്കാൻ പറ്റണില്ല ഫ്ലാറ്റിൽ. അവർ പറമ്പിലൊക്കെ ഓടി കിടന്ന ആൾക്കാരല്ലേ. ഇപ്പോൾ അവർക്ക് കാലം നീരായി. അവർ തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പം തിരിച്ചു വരുമ്പോൾ താമസിക്കാൻ സ്ഥലമില്ല. ജീവനാംശം മകൻ വിറ്റിട്ടാണ് ഫ്ലാറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെന്ത് ചെയ്യും? ചേട്ടായിയുടെ ഭാര്യ പറഞ്ഞ്, അപ്പനെ നമുക്ക് വിലക്ക് വാങ്ങിക്കാൻ പറ്റുമോ?
അപ്പനുള്ളിടത്തോളം കാലമല്ലേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുമെങ്കിൽ അപ്പനും കഴിക്കും. അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, അമ്മനെയും വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വചനം കഠിനമാണ്. അവർ വിട്ടുപോകാൻ തയ്യാറല്ല. അവർ അപ്പൻ്റെയും അമ്മയുടെയും ജീവനാംശം കിട്ടിയില്ലെങ്കിൽ പോലും, അത് അരിഞ്ചിരിയാണ് കിട്ടിയെങ്കിൽ പോലും അപ്പനെയും അമ്മനെയും കർത്താവിൻ്റെ വചനത്തെ പ്രതി ഉപേക്ഷിക്കാൻ തയ്യാറല്ല, വിട്ടുപോകാൻ തയ്യാറല്ല. എന്തിനാണ്? നിത്യജീവൻ്റെ വചനങ്ങൾ. കൈയിട്ടിച്ച് കർത്താവ് അങ്ങയുടെ വചനം ആത്മാവും ജീവനുമാണ്. കർത്താവേ, ആകാശം മാറിയാലും മാറാത്ത വചനമാണ്, ഭൂതലം മാറിയാലും മാറാത്ത വചനമാണ്. അത് നിത്യജീവന്റെ വചനമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കഠിന വചനങ്ങളിൽ നിത്യജീവനുണ്ടെന്ന് പറഞ്ഞത് ആരാണ്? പത്രോസാ. പത്രോസ് അല്ല ശരിക്കും പറഞ്ഞത്. ആരാണ്? ഈശോ പത്രോസ് എന്തെങ്കിലും പറയുമ്പോൾ പത്രോസിൻ്റെ വായിൽ നിന്ന് പിതാവിൻ്റെ വാക്ക് കേൾക്കാനാണ് ഈശോക്ക് കൊതി. ശിമയോൻ എന്ന് ഈശോ വിളിക്കും. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയത്. കൈയിടിച്ച് കർത്താവ് ദൈവമേ, ഈ വചനങ്ങളെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയത് പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവാണ്. നന്ദി പറയുന്ന ദൈവമേ, അഭിഷേക വചനങ്ങളാൽ ശക്തിപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ലുക്കാ 5:40 ആണ് യോഹന്നാൻ 6:60 പറയുന്ന കഠിന വചനങ്ങളുടെ ഒരു ഉദാഹരണം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് മേലെങ്കിൽ കൂടി വിട്ടുകൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് അല്ല കേസുണ്ടാക്കി. അതായത് ഈശോ പറയണത് അവനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ച് കഴിയുമ്പോൾ അവൻ വിട്ടുപോവാതിരിക്കാൻ അവൻ കൂടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ പൊന്ന് വിട്ടുപോകും, ചിലപ്പോൾ വെള്ളി വിട്ടുപോകും. വിട്ടുപോകാത്ത ഒന്നുണ്ട്, അതും പത്രോസ് പറഞ്ഞതാണ്. വെള്ളി എന്നെ വിട്ടുപോയി, സ്വർണവും എന്നെ വിട്ടുപോയി. എന്താണ്? കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം. സ്വർണവും വെള്ളിയും കർത്താവിൻ്റെ വാക്ക് കേട്ടത് കാരണം എന്നെ വിട്ടുപോയി. എന്നെ വിട്ടുപോകാത്ത ഒന്നുണ്ട്, കർത്താവ് യേശു ക്രിസ്തു നാമം. കൈയടിച്ച് കിടന്നാണ്. പത്രോസ് പറഞ്ഞ അഭിഷേകവചനത്തെ ഓർക്കുന്നു. സ്വർണമോ വെള്ളി എന്റെ പക്കലില്ല, മറിച്ച് ഒന്ന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കും. വെള്ളി വിട്ടുപോയിട്ടും സ്വർണം വിട്ടുപോയിട്ടും പത്രോസിനെ ഈശോ എന്നാ വിട്ടുപോകാതിരുന്നത്? കാരണം അവൻ ജെറുസലേം വിട്ടുപോകാതിരുന്നത് കൊണ്ടാണ്. ഇല്ലേ? ഈശോ ക്രൂശിക്കപ്പെട്ടിട്ടും സമ്പത്ത് യൂദാസ് അടിച്ചു മാറ്റി ആത്മഹത്യ ചെയ്തിട്ടും ഉള്ളവും വലിയ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടിട്ടും സ്വന്തം ജീവന് നേരെ ഭീഷണി വന്നിട്ടും നാട്ടിൽ പട്ടിണിയായിട്ട് കഴിഞ്ഞു കൂടിയിട്ടും കർത്താവിൻ്റെ വാക്ക് അവൻ വിട്ടുപോയില്ല. അവൻ ജെറുസലേമിൽ തന്നെ ഉണ്ടായിരുന്നു. ദൈവവേദനേ, വെള്ളി നിന്നെ വിട്ടുപിരിഞ്ഞാലും സ്വർണം നിന്നെ വിട്ടുപിരിഞ്ഞാലും കർത്താവിൻ്റെ വചനം നിന്നെ വിട്ടുപിരിഞ്ഞില്ലെങ്കിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. അങ്ങ് മാത്രമാണ് രക്ഷകൻ. അങ്ങയുടെ കരങ്ങളിലാണ് ഞങ്ങളുടെ പാപത്തേയം. കർത്താവേ, മറ്റൊരുത്തും രക്ഷയില്ല. രക്ഷ എങ്കിൽ മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന. കർത്താവേ, അങ്ങയുടെ കരം കുറുകിയിട്ടില്ലെന്ന്. ഹല്ലേലൂയ. അനുദിന ജീവിതത്തിനേക്കാളുപരി നിത്യജീവനെ പ്രാധാന്യം കൊടുത്താൽ, അതാണ് പത്രോസ് ജെറുസലേം വിട്ടുപോകാതിരുന്നത്. കർത്താവിൻ്റെ വചനങ്ങൾ പ്രകാരം ജെറുസലേമിൽ തന്നെ പത്രോസ് തങ്ങിയത്. തൻ്റെ ജീവനേക്കാളുപരി കർത്താവിൻ്റെ കഠിന വചനങ്ങളെ നിത്യജീവൻ്റെ വചനങ്ങളായി തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസിന് മനസ്സിലായി, എൻ്റെ ജീവനേക്കാൾ വലുതാണ് കർത്താവിൻ്റെ വചനങ്ങളെന്ന്.
അത് നിത്യജീവൻ്റെ വചനങ്ങളായത്. നിത്യജീവനെക്കുറിച്ച് ഇത്രയും കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അപ്പോസ്തലൻ ഉണ്ടായിട്ടില്ല. കർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി അവൻ വാളൂരി വെട്ടിയപ്പോഴേ കർത്താവ് അവനോട് പറഞ്ഞതാണ്, എന്ത് പറഞ്ഞു? വാള് ഉറയിലിടാൻ പറഞ്ഞു. എന്നിട്ട് പാവപ്പെട്ടന് വാള് ഉറയിലിട്ട്. കഠിന പദമായിരുന്നത്, കഠിന വചനമായിരുന്നു കർത്താവ് പറഞ്ഞ്. കാര്യം എന്താ? അവനെ വെട്ടാൻ വേണ്ടി 100-200 വാള് ചുറ്റോടത്തിൽ നിൽക്കണ്ടേ. അപ്പോഴവൻ വാളുറയിടുന്നത് ബുദ്ധിയാണോ? ആണോ? അല്ല. തടുക്കണമെങ്കിലും വാള് വേണ്ടേ? അപ്പം കർത്താവ് പറഞ്ഞ വചനം കഠിന വചനമാണ്. ഈ കഠിന വചനം പറഞ്ഞിട്ട് ഈ വചനം കഠിനമാണ്, ഇതാർക്ക് ഗ്രഹിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ വാളുറയിലിടാതെ അവിടെ നിന്നില്ല. അവൻ ജീവൻ പണയം വെച്ചുകൊണ്ട് അത് കർത്താവാണ് പറഞ്ഞത്, നിത്യജീവൻ്റെ വചനങ്ങളാണ്. അത് കഠിന വചനമായാലും ഈ ജീവിതമല്ലെങ്കിൽ കർത്താവിൻ്റെ കൂടെ നിത്യകാലം ജീവിക്കാൻ വേണ്ടി അത് നിൻ്റെ മക്കളാണല്ലോ എന്ന് ആദ്യമായി മനസ്സിലാക്കിയ അപ്പോസ്തലനാണ്. ദൈവവേദലേ, കർത്താവിൻ്റെ വചനങ്ങൾ കഠിന വചനമാകുമ്പോൾ നമ്മളോടും ചിലപ്പോൾ നിരായുധനാകാൻ പറയും. അതാണ് കഠിന പദം. അപ്പോൾ കർത്താവിനെ വിട്ടുപോകാതിരുന്നാൽ കർത്താവ് നമ്മളെ ഒരിക്കലും നിത്യത വരെ വിട്ടുപോകത്തില്ലെന്നാണ് പത്രോസിൻ്റെ സുവിശേഷം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഈ കഠിന പദങ്ങളെയൊക്കെ, കഠിന വചനങ്ങളെയൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവൻ പാലിച്ചിട്ട് കർത്താവിൻ്റെ വചനം കേട്ട് വാള് ഉറയിലിട്ട് നിരായുധനായി മാറുമ്പോഴും തൻ്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ട സമയത്ത് പോലും ജെറുസലേം വിട്ടുപോകാതെ കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ചുകൊണ്ട് അവൻ ജെറുസലേമിൽ തന്നെ തങ്ങുമ്പോഴും അതിനൊക്കെ ഒരു കാരണം അവൻ പറയും അവസാനം. അതവനെക്കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ കർത്താവിനെന്ത് കൊതിയാ. കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, പത്രോസേ, നിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമാണിത്. നീ ആരാണെന്ന്, നീ എനിക്കാരാണെന്ന് നീ പറയണം. ഞാൻ ആരാണെന്നാണ് നീ പറയണതെന്ന് പറയും എന്ന് പറഞ്ഞ പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് തന്നെ കർത്താവ് വേറെ ഒരു സമയത്ത് ചോദിക്കും, ഇവരെക്കാളെല്ലാം അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു. രണ്ടും ചോദ്യം ഒന്ന് തന്നെയാണ്. ഞാൻ ആരാണെന്നാണ് നീ പറയണത് എന്ന ചോദ്യത്തിന് തന്നെ മറുപുറമാണ്, അതിൻ്റെ സമാന്തരമായിട്ടുള്ള സമചോദ്യമാണ്, എന്താണ്? എല്ലാവരെക്കാളുപരിയായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞ മറുപടി എന്താണ്? കർത്താവേ, അങ്ങക്ക് എല്ലാം അറിയാം. എല്ലാം അറിയാമെന്ന് വെച്ചാൽ നിൻ്റെ വചനം കേട്ടപ്പോഴേ ഞാൻ നിരായുധനായി വാളൂരിയിട്ട് എൻ്റെ ജീവനേക്കാൾ ഉപരി നിൻ്റെ വചനത്തെ സ്നേഹിച്ചവനാണ് ഞാൻ. അതെൻ്റെ സ്നേഹത്തിൻ്റെ പേരിലാണ്. എല്ലാം അറിയാവുന്ന ഒരവസ്ഥ നമ്മളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി നമ്മൾ നടത്തിയ സാക്ഷ്യങ്ങൾ, അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. നോൻപ് കാലത്ത് ഞാൻ പറഞ്ഞു, നോൻപ് കഴിയുമ്പോൾ ആത്മശക്തിയുള്ളവരായി നമ്മൾ തിരിച്ചു വരുമെന്ന്. ആത്മശക്തി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശക്തനായവൻ നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? ശക്തൻ എങ്ങനെയാണ് കൂടെ നിൽക്കണം നിർത്തണത്? അവൻ്റെ കഠിന വചനങ്ങൾ നിത്യജീവൻ്റെ വചനങ്ങളായിട്ട് നമ്മുടെ ജീവനേക്കാളുപരി, അനുദിന ആവശ്യങ്ങളെക്കാളുപരി അവനെ നമ്മൾ പത്രോസിനെ പോലെ സ്നേഹിക്കുമ്പോഴാണ്. അവനെ സ്നേഹിക്കുമ്പോഴാണ് അവൻ്റെ വചനം, കഠിന വചനങ്ങൾ പത്രോസിന് ലഘുവായിട്ട് തോന്നിയത്. കർത്താവ് പറഞ്ഞതാണത്, എൻ്റെ വചനങ്ങൾ മധുരമാണ്, എൻ്റെ മുഖം ലഘുവാണ്. എപ്പോഴാണ്? പത്രോസിനെ പോലെ സ്നേഹിക്കുമ്പോൾ. നോൻപ് സ്നേഹത്തിൻ്റെ ഒരു കാലമാണ്. കഠിന വചനങ്ങളെ, ലഘുവചനങ്ങളെ അനുഭവിക്കാൻ പത്രോസിനെ പോലെ നമ്മളെ പരുവപ്പെടുത്തുന്ന ആധ്യാത്മിക അഭിഷേകത്തിൻ്റെ കാലമാണ്. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പത്രോസിനെ പോലെ നിത്യജീവനെ ലക്ഷ്യം വെച്ച് യേശുവിൻ്റെ സ്നേഹത്താൽ എരിവുള്ളവരായിട്ട്, കഠിന വചനങ്ങളെന്ന് മറ്റുള്ളവർ പറയണത് ലഘുവചനങ്ങളായി സ്നേഹത്താൽ മധുരതരമാക്കാൻ കർത്താവേ ഈ നോൻപിലൂടെ എന്നെ പരുവപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ ശക്തീകരിക്കണമേ. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്.
എല്ലാ സമയത്തുമുള്ള എല്ലാ ദിവസങ്ങളിലുമുള്ള സാക്ഷ്യങ്ങളിൽ ആരാധന സമയത്തുള്ള കയ്യൊപ്പ് പ്രാർത്ഥനയിലുള്ള സൗഖ്യങ്ങൾ ജനങ്ങൾ ഇന്നും സാക്ഷ്യം പറഞ്ഞതാ. ഇപ്പോഴ് ഉദര ഭാഗങ്ങളിലുണ്ടാകുന്ന വേദനയെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഉദരഭാഗത്ത് കൈവച്ച് സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇത് വളരെ ഗൗരവതരമായി എൻ്റെ സഹോദരങ്ങൾ സ്വീകരിക്കണം. കാര്യം നമുക്ക് അനവധി സാക്ഷ്യങ്ങൾ ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. ഗർഭാശയ രോഗങ്ങൾ മാറിയത് കിട്ടി, ആർത്തവ വേദനയെക്കുറിച്ചും അതിൻ്റെ ബ്ലീഡിങ്ങിനെക്കുറിച്ചുള്ള സൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ കിട്ടി, ഓപ്പറേഷൻ ടൈമിലുണ്ടാകുന്ന അസ്വസ്ഥതയും പ്രയാസങ്ങളും മാറുന്ന സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു, മൂത്രാശയത്തിലെ സിസ്റ്റുകൾ, ഇങ്ങനെ കുറേ രോഗങ്ങൾ യൂട്യൂബിൽ സൗഖ്യപ്പെട്ടവരെ സാക്ഷ്യം പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴ് ഉദരത്തിൽ കൈവെക്കുക. ഉദരസംബന്ധമായ അനേകം രോഗങ്ങളാണിന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്. കുടലിലെ കുരുക്കൾ, അൾസർ, അരിസസ്, പിസ്റ്റുല, PCOD രോഗങ്ങളാണ്. എല്ലാ രോഗങ്ങളുള്ളവരെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. പിഷരോഗങ്ങൾ, മക്കളില്ലാത്തവർ, ഗർഭാശയമുള്ളവർ, ഗർഭാശയത്തിൽ മുഴയുള്ളവർ, ഫെല്ലോട്ടിൻ ട്യൂബ് മുറിച്ച് മാറ്റപ്പെട്ടവർ, ഒരു ട്യൂബ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മക്കളില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഒക്കെ അടിവയറ്റിൽ കൈവെക്കുക. കിഡ്നി രോഗികൾ നടുവിൽ കൈവെക്കുക. നടുവേദനക്കാരും ഇടുപ്പലിന് ദ്രവിപ്പുള്ളവരും തേയ്മാനമുള്ളവരും നടുവിൽ കൈവെക്കുക. അച്ഛൻ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, സ്വർഗീയപ്പ, അങ്ങയുടെ മക്കള് അടിവയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ, രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ, PCOD രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ, കിഡ്നി രോഗികൾ പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ കൈ നീട്ടണമേ. അങ്ങേപ്പത്തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, അമ്മയുടെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ കൈ നീട്ടണമേ. ഉദരരോഗികളെ പ്രാർത്ഥിക്കുന്നപ്പ, സിസ്റ്റ് രോഗികൾ, മൂത്രാശയത്തിൽ കല്ലുള്ളവരും മൂത്രത്തിൽ കല്ലുള്ളവരും മൂത്രമൊഴുക്ക് വേദനയുള്ളവരും യുട്ടി രോഗമുള്ളവരും പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ ഉറക്കമില്ലാത്തവർ പ്രാർത്ഥിക്കുന്നപ്പ, അപ്പാ കൈ നീട്ടണമേ. അപ്പാ കൈ നീട്ടണമേ. അപ്പാ കൈ നീട്ടണമേ. അങ്ങേപ്പത്തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ അപ്പാ. അങ്ങേപ്പത്തന്നെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ കാണിക്കണമേ അപ്പാ. I command you, the name of Jesus Christ, to be healed. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് മക്കളെ നെഞ്ചിൽ കൈവെക്കുക. ബ്രസ്റ്റ് മുഴയുള്ളവർ, ഹൃദയത്തിന് വാൽവിന് കേടുള്ളവർ, ശ്വാസം മുട്ടലുകാർ, വലിവ് ശ്വാസം മുട്ടൽ, ആസ്മ ഉള്ളവർ നെഞ്ചിൽ കൈവെക്കുക. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഈശോ അനേകം അടയാളം കാണിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ മണ്ണിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞാനിവിടുന്ന് സുഖപ്പെട്ട കർത്താവിനെ വിടത്തുള്ളൂ എന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടെങ്കിൽ കൈപ്പോടെ കരയുക. കരൾ രോഗികളും നെഞ്ചിൽ കൈവെക്കുക.
പാങ്ക്രിയാസ് രോഗികളും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പാപശാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കൈപ്പോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പാ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വീണ്ടെടുത്തപ്പെട്ട ദൈവജനത്തോട് കണ്ണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അനേകം മക്കള് ഈശ്വര വിശ്വസിക്കുന്നവരെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണപ്പാ. അപ്പം ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ കൈ നീട്ടുന്നപ്പാ. യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ, യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ, യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ, യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ അപ്പാ. യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ അപ്പാ. യേശുനാമത്തിൽ സൗഖ്യം നൽകണമേ. അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമേ അപ്പാ. അങ്ങേ പുത്രനായ യേശുക്രിസ്തു നാമത്തില് അടയാളം കാണിക്കണമേ അപ്പാ. മാരക രോഗങ്ങള്, തിരവേറ്റുകള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിന സുഖപ്പെടട്ടെ, തിരുമുറിവിന സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കൈകളെ പിണച്ച് പൂർണ്ണമായ ശരീരം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ സൗഖ്യത്തിനായി ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അജ്ഞാത രോഗങ്ങൾ, അപൂർവ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗങ്ങൾ. അപ്പാ കൈ നീട്ടണമേ അപ്പാ. അപ്പാ കൈ നീട്ടണമേ അപ്പാ. പരിശുദ്ധമായ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അവൻ്റെ മഹത്വത്തിന് അടയാളം കാണിക്കണേ അപ്പാ. ക്രൂശിക്കപ്പെടുകയും മരിച്ചുയർത്തുന്നേരുകയും ചെയ്ത അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് അടയാളം കാണിക്കണേ അപ്പാ. അപ്പാ കൈ നീട്ടണമേ അപ്പാ. യേശുവിനെ മഹത്വപ്പെടുത്തണമേ അപ്പാ. I command you in the name of Jesus Christ, you be healed. യേശു സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാഷാപരതം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ജീവിത ആവശ്യങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന സമയമാണ്. ജോലി സംബന്ധമായ ഞെരുക്കങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, അതിൻ്റെ പേരിൽ മനുഷ്യൻ്റെ ഒരു നാണം കെട്ട് കുടുംബത്തിൽ ഞെരുക്കി മറ്റുള്ളവരുടെ കുത്തുവാക്കും ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ച് മറ്റുള്ളവരുടെ ചെലവിൽ കിടക്കുന്ന പോലെയുള്ള ആക്ഷേപങ്ങൾ പോലും പറയുന്ന സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ, അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ വിഷയത്തിൽ അമ്മ ഇടപെടുന്ന സമയമാണ്. വീടില്ലാത്തവർ, സ്ഥലം ഇല്ലാത്തവർ, നേരത്തെ സാക്ഷ്യം പറഞ്ഞ പോലെ വഴികൾ ഇല്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, വ്യവഹാരം നേടുന്നവർ, ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവർ, അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കർത്താവിനെ അവർ രക്ഷിക്കാനുള്ള വഴികളുണ്ട്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ അത് ബന്ധപ്പെട്ടവർക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
സാമ്പത്തിക കടങ്ങൾ, ജീവിത വരുമാനം മുട്ടിയതുപോലെയുള്ള മാർഗങ്ങൾ, കുടുംബത്തിൽ തെറ്റായ ബന്ധങ്ങളും ലഹരി ഉപയോഗങ്ങളും മൂലം ഉണ്ടാകുന്ന അസമാധാനങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ മൂലം ഉണ്ടാകുന്ന പലതരത്തിലുള്ള ആധ്യാത്മിക അപകടങ്ങൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വ്യത്യസ്തമായ നിയോഗങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ ആരാധനയിൽ സമർപ്പിക്കുന്നവര്, വ്യത്യസ്ത രാജ്യങ്ങളിൽ സമർപ്പിക്കുന്നവര്, ഉടമ്പടികൾ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ. എല്ലാ നിയോഗങ്ങളുടെ മേലും എല്ലാ ആവശ്യങ്ങളുടെ മേലും കൃപ വർഷിക്കുന്നെന്ന് പറയുന്നു. കരങ്ങളുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുഞ്ഞുങ്ങളെ ഓർക്കുക. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഹോൾ ടിക്കറ്റ് നമ്പറുകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അച്ഛൻ്റെ ഫേസ്ബുക്കിലേക്കും അയച്ചു തരേണ്ടതാണ്. നമ്പർ മാത്രം മതി. ആ നമ്പറുകളെല്ലാം ഈ സമയത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ബോർഡ് എക്സാമുണ്ട്, SLC എക്സാമുണ്ട്, +2 ഉണ്ട്, ഡിഗ്രി എക്സാമുണ്ട്. ഇതെല്ലാം തുടങ്ങുകയാണ്. മറ്റു തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, വൈവ, അതുപോലെ തന്നെ എക്സാംസ്, ഇംപ്രൂവ്മെൻറ്റ്, റിവാലുവേഷൻ, എക്സാം ഡേറ്റുകൾ, നൈപുണ്യ പരീക്ഷകൾ, അവരെല്ലാം അവരുടെ ഡേറ്റുകൾ ഇപ്പോഴ് മൊബൈലിൽ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുന്നവർ പതിവ് പോലെ ഹോൾ ടിക്കറ്റ്, എക്സാം ഡേറ്റുകൾ ഇപ്പോഴായിരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആരാധനയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ആരാധന സമൂഹത്തിലേക്ക് നിങ്ങളുടെ പരീക്ഷാ ഡേറ്റുകളെയും പരീക്ഷാ നമ്പറുകളെയും മൊബൈലിൽ സമർപ്പിക്കേണ്ടതാണ്. മറ്റുള്ളവരെല്ലാം അവരുടെ പേരുകൾ സമർപ്പിക്കുക. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി ഈ തീയതികളിൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ എൻ്റെ കണ്ണുനീര് ഒപ്പിയെടുക്കട്ടെ. ഹല്ലേലൂയ. മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, 53 മക്കളെ പഠിപ്പിക്കുന്ന കർത്താവാണല്ലോ. ശ്രേയസ് നൽകണമേ, വിജയം നൽകണമേ. +2 വിദ്യാർത്ഥികളെ, SLC ബോർഡ് എക്സാം എഴുതുന്നവരെ, ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സ് പരീക്ഷ എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ഓർമ്മ ശക്തിയെ വികസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നേർച്ച വസ്തുക്കൾ ആശീർവദിക്കുന്ന സമയമാണ്. നേർച്ച വസ്തുക്കൾ എടുക്കുക. കൃപാസനത്തിൻ്റെ പത്രവും തിരി നിങ്ങൾ എന്തെങ്കിലും നേർച്ച വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആശീർവദിച്ച് തരുന്ന സമയമാണിത്. ആശീർവാദമാണ്. നേർച്ച വസ്തു ഉയർത്തിപ്പിടിക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit. The fire finger, soak with the precious blood. And with the authority of the Catholic Church, the power of Jesus Christ, with the merit of the Holy Priesthood, I bless and release those used may have grace and peace and power. മരിച്ചവരെ വിധിക്കാൻ വരെ ഞാൻ വിശ്വസിക്കുന്നു.
പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഏകത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഏർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഈ നോൻപുകാലം അഭിഷേകമായി തീരാൻ, ദൈവ ശാക്തീകരണമായി തീരാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ, കർത്താവേ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷയിലുടനീളം ദൈവത്തിന് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുശ്രൂഷ ലൈവായി കണ്ട് പ്രാർത്ഥിക്കുന്നവരെ, ഇപ്പോൾ മുട്ടപ്പയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. തീരാവ്യാധികള്, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. +2 എക്സാം എഴുതുന്നവര്, ബോർഡ് എക്സാം എഴുതുന്ന മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ദൈവത്തിന്റെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി അഭിഷേകമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങള് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ.